ഇങ്ങനെ ഒരുപാട് പേർ കള്ളക്കേസ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പുള്ളി ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ കാട്ടി ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? പറഞ്ഞു, സാർ എന്താ അങ്ങനെ പറഞ്ഞു? എടോ ഞങ്ങൾക്കറിയാം, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കോടതി തന്നെ പറയുകയാണ് ഇതൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമാണെന്ന്. ഒരുപാട് പേർ, ഞാൻ ഒരു സ്പെസിഫിക്കലി പറഞ്ഞ ഒരു കേസ് കൂടെ പറയാം കൗതുകമുള്ളത്. 19 വയസ്സായ പയ്യൻ, 17 വയസ്സായ പെൺകുട്ടി, ഇവന് പോക്സോ കിട്ടി, 20 വർഷം കിട്ടി. ആ പെൺകുട്ടി ആരാന്നറിയാമോ? അവന്റെ ഭാര്യ. ഒരു പയ്യൻ, അല്ലെങ്കിൽ പേരും കൂടെ പറയാം, പയ്യന്റെ പേര് പറയാം, ആണിന്റെ പേര് പറഞ്ഞാൽ ഇവിടെ ആർക്കും നഷ്ടമില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ചോദിക്കാൻ പറയാൻ ആരുമില്ല. 19 വയസ്സായ പയ്യൻ, 17 വയസ്സായ പെൺകുട്ടി. ഇവളുടെ വീട്ടുകാർക്കറിയാം, ഇവളുടെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും അറിയാം, പയ്യൻ്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും അറിയാം ഇവരുടെ ഇത്. അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു. ഇപ്പം +2 ഒരു പുതിയ പരിപാടിയുണ്ട്, നമ്മൾ പഠിച്ചുകൊണ്ടായിരുന്നോ എനിക്കറിയില്ല. കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ടുവരും. ഈ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായ കൗൺസിൽ പല കാര്യങ്ങളും ചോദിക്കും. അപ്പം കുറച്ചൊക്കെ ഇവർ തമ്മിൽ ഇൻറ്റിമേറ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ പെൺകുട്ടി കൗൺസിലറോട് പറഞ്ഞു. അപ്പം കൗൺസിലർക്ക് ഇത് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ. കൗൺസിലർ റിപ്പോർട്ട് ചെയ്തു, ഇവനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ 1.5 വർഷം ജയിലിൽ കിടക്കുകയാണ്. അവന്റെ സ്വന്തം ഭാര്യ, അല്ലെങ്കിൽ പേരൻസ് തന്നെ കെട്ടിച്ചു കൊടുത്തു. ഇപ്പം കല്യാണം കഴിച്ചു, പേരൻസ് തന്നെ കെട്ടിച്ചു കൊടുത്തു, കല്യാണം കഴിച്ചു, ഇവർക്ക് ഇഷ്ടമാണ്. പക്ഷേ ടെക്നിക്കലി ആ സ്ത്രീയുടെയും കുറ്റമല്ല. ആ സ്ത്രീക്ക് അങ്ങനെ ഒരു ആരെങ്കിലും മൊഴി തന്നാലോ കാര്യങ്ങൾ പറഞ്ഞാലോ റിപ്പോർട്ട് ചെയ്തേ പറ്റൂ.